ഒരു സിമ്പിൾ ആയിട്ടുള്ള മസാലച്ചോറ് ഉണ്ടാക്കിയാലോ? 2 ദിവസം മുന്നേ ഞാൻ തിരക്കിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഒന്നും ഉണ്ടാക്കി ചെയ്യില്ല. അപ്പോൾ പെട്ടെന്ന് ഉള്ളത് വെച്ച് ഉണ്ടാക്കി നോക്കി കേട്ടോ, സംഭവം സൂപ്പർ ആയിക്കണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തത് ക്യാരറ്റ് കുറച്ച് കട്ട് ചെയ്തത്, പച്ചപ്പയറില്ലേ അത് കുറച്ച് കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 3-4 പച്ചമുളക് ചീന്തി വെച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് തൈരും വേണം. പിന്നെ ഞാൻ എടുത്തത് വയനാടൻ കൈമല്ലേ, അത് 2 ഗ്ലാസ് റൈസും എടുത്തിട്ടുണ്ടോ. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതും പച്ചമുളകും കറിവേപ്പിലയും. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വന്നപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വന്നിട്ട് നമുക്ക് 1 സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ ഇട്ട്, 1 സ്പൂണല്ല 1 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിച്ചപ്പ്, 1 സ്പൂണ് തൈര്, അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും പയറും അത് 2 കൂടി ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച കൈമ റൈസ് ഇല്ലേ, 2 ഗ്ലാസ് അരി കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കേട്ടോ, നെയ്യ് ഉണ്ടെങ്കിൽ അതുകൂടിയും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അല്ല 1.5 ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കട്ടോ. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് പാകത്തിന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തളിച്ച് വരുമ്പോൾ എന്താക്കുക, കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര്. എന്നിട്ട് കുക്കറിൻ്റെ മൂടി അടിച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളായിട്ടോ. ആവിയൊക്കെ നല്ലോണം പോയി. ഒരു തുള്ളി അധികം വെന്ത് വയ്ക്കേണ്ട സംഭവം. കുറച്ച് വെള്ളം അധികമായി പോയോ എന്ന് ഡൗട്ട്. അപ്പം ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളി കേട്ടോ, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ വെള്ളം പാർന്നപ്പേ അരിയില്ല ആ പാത്രം അടിക്കാൻ ഇതിലേക്ക് അമത്തിയത്, അപ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വന്ന് വയ്ക്കണം. അപ്പോൾ സംഭവം സൂപ്പറാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളും. നമ്മളെ മക്കൾക്കൊക്കെ രാവിലെ സ്കൂൾ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.